ഇന്ന് ഞങ്ങള് വൈൻ ഉണ്ടാക്കാൻ പോവാട്ടോ. നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഉണ്ടല്ലോ എൻ്റെ മമ്മി കെട്ടുന്ന രീതിയിൽ ഞാനൊരു 21 ദിവസത്തേക്കാണ് കെട്ടിയിരുന്നത് കേട്ടോ. പക്ഷേ ഇത്തവണ മുന്തിരി അന്വേഷിച്ച് കുറേ നടന്നു അല്ലേ ഡോപ്പി? കുറേ മുന്തിരി അന്വേഷിച്ച് നടന്നു. ഞങ്ങൾ ഒരു തവണ മുന്തിരി വാങ്ങിച്ചു, പക്ഷെ അത് ഫുൾ പൊഴു. അത് നമ്മള് ഫുഡ് ആൻഡ് സേഫ്റ്റിയിൽ കംപ്ലൈന്റ് ചെയ്യേണ്ടി വന്നു. അത്രക്കും വൃത്തികെട്ട മുന്തിരിയായിരുന്നു. ഭയങ്കര വില കുറച്ചൊക്കെ ആയിരുന്നു വിറ്റോണ്ടിരുന്നവര്. പക്ഷെ നമ്മള് അങ്ങനെ വില കുറവ് കൊണ്ട് വാങ്ങിച്ചല്ല, വൈനുള്ള മുന്തിരി സൂപ്പർ മുന്തിരി. അപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ സൂപ്പർ മുന്തിരി കിട്ടി, നല്ല മുന്തിരി കിട്ടി. അങ്ങനെ നമ്മള് വൈൻ ഉണ്ടാക്കാൻ പോവാണ്. അപ്പൊ ദിവസങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് സാധാരണ ഞാൻ ചെയ്യണ പോലെയോ അല്ലെങ്കിൽ ആ ഒരു ട്രഡീഷണലായ രീതിയിലോ ഒന്നുമല്ല ചെയ്യാൻ പോണത്. ഞങ്ങളുടെ രീതിയിൽ ഉണ്ടാക്കാൻ പോലെ ഡോപ്പി. കുടിച്ച് നോക്കിയിട്ട് വേണം എങ്ങനെ ഉണ്ടെന്നൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി. കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടാക്കിയത് ഇഷ്ടപ്പെട്ടില്ലായിരുന്നോ? കഴിഞ്ഞ ദിവസം അടിപൊളിയായിരുന്നല്ലോ, സൂപ്പർ ആയിരുന്നു. നല്ല സമയം കിട്ടിയല്ലോ, സമയം കിട്ടി. ഉണ്ടാക്കിയില്ല, ശരിയാ. പിന്നെ വൈൻ എന്ന് പറഞ്ഞാല് പല പല സമയത്ത് ഉണ്ടാക്കാമല്ലോ. എന്നാലും ഉണ്ടല്ലോ 21 ദിവസം, 14 ദിവസം, 4 ദിവസം അങ്ങനെയൊക്കെയാണ്. അപ്പൊ ഇത് അത്രയൊന്നും അങ്ങനെയുള്ള ദിവസങ്ങളൊന്നുമില്ല. 14 ദിവസം നോക്കാനാണെങ്കിൽ ഇന്നിട്ട് 13 ദിവസത്തെ കിട്ടുള്ളൂ. 21 ദിവസത്തേനെ കിട്ടേയില്ല. അപ്പം 4 ദിവസം ഇടാൻ ഇഷ്ടമില്ല. അപ്പൊ എന്തായാലും നമ്മൾ എന്തായാലും ഇടാൻ പോവാണ്. എന്നിട്ട് ഒരു 23rd-നോ 24th-നോ എടുക്കാം അല്ലെ? എന്നെടുക്കണം 24th-ന് എടുക്കാം, 23rd-നും എടുക്കാം. 23rd-ന് എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടോ. അന്ന് 23rd-ന് എടുക്കാം. എന്റെ വീട്ടിൽ പറഞ്ഞാലേ ഉണ്ടല്ലോ, എന്റെ വീട്ടില് ഇന്ന് സീസൺ അനുസരിച്ചല്ല കേട്ടോ വൈൻ ഉണ്ടാക്കുന്നത്. സീസണിൽ മാത്രമല്ല വൈൻ ഉണ്ടാക്കുന്നത്, എപ്പോഴും വൈൻ ഉണ്ടാകുമായിരുന്നു. പല പല വൈനാണ്. എന്റെ മമ്മി ഭയങ്കര വൈൻ്റെ ഒരു സ്പെഷ്യലിസ്റ്റ് തന്നെയായിരുന്നു. വൈൻ ഭയങ്കര ഇഷ്ടമായിരുന്നു എല്ലാവർക്കും. അത് മുന്തിരി മാത്രമല്ല, എന്തൊക്കെ സാധനം വെച്ച് വൈൻ ഉണ്ടാക്കാവോ, എന്തൊക്കെ സാധനം അവൈലബിൾ ആണ് അതൊക്കെ വെച്ച് വൈൻ ഉണ്ടാക്കും. അടിപൊളി. മുന്തിരി കഴിയുമ്പോഴത്തേനും ഞാൻ എടുത്ത് തിന്നുകൊണ്ട് തുടങ്ങി. ഇവിടെ മുന്തിരി ഇഷ്ടമാണ് എല്ലാവർക്കും. ഇതിപ്പോ 4 കിലോ മുന്തിരി ഉണ്ട്, 4 കിലോ മുന്തിരി. പിന്നെ സൂചി ഗോതമ്പുണ്ട്. ഇത് എനിക്ക് ഈ പൂവിന്റെ കാതിരി പോവോ എന്തോ ഒരു പൂവാട്ടോ ഇത്. ഇത് സത്യം പറഞ്ഞാൽ ഇത് എന്തിനാ ഇടുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. നിറം കിട്ടാനാണോ വീര്യം കിട്ടാനാണോ എന്നാ അറിയത്തില്ല. പിന്നെ ഉള്ളത് നമ്മുടെ സൂചി ഗോതമ്പാണ്. സൂചി ഗോതമ്പ് ലഹരി കൂടാനാണ് അല്ലെങ്കിൽ ഇത് കുറച്ച് ഇത്തിരി ലഹരി കിട്ടാനാണെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ എന്താ വൈൻ്റെ കൂട്ട്. അതെ, വൈൻ്റെ കൂട്ടാണ്. ഈ വൈൻ്റെ കൂട്ട് മേടിക്കാൻ കാര്യം നമ്മൾ പച്ചമരുന്ന് കടയിൽ ചെന്നിട്ടാണല്ലോ സാധനങ്ങളൊക്കെ വാങ്ങിയത്. അപ്പൊ അവിടുത്തെ ചേച്ചി പറഞ്ഞു അപ്പൊ ദിവസങ്ങളില്ലാന്ന് എല്ലാവർക്കും അറിയാലോ, അപ്പം ഈ കൂട്ടുണ്ടെങ്കിൽ അത് എന്താ പറയണ നല്ലതായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അതായത് ഞാനത് വാങ്ങിച്ചിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാവുന്ന ഇത്തവണത്തെ നമുക്ക് വൈൻ കിട്ടി. അത് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോ അറിയാം അല്ലേ. ഈസ്റ്റ് ഉണ്ട്, ഈസ്റ്റ് ഉണ്ട്. കുറച്ച് ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ. വലിയൊരു ഭരണി ഞങ്ങൾക്ക് ഉണ്ട്. അപ്പൊ വെള്ളം ഞാൻ ഇവിടെ തിളപ്പിച്ചാറിയ വെള്ളമുണ്ട്. അതിനകത്ത് ബീട്രൂട്ട് ഇട്ട് തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു ബീട്രൂട്ട് അരിഞ്ഞിട്ട് തിളപ്പിച്ച വെള്ളം ഇവിടെ ഉണ്ട്. വൈറ്റ് കളർ ആയിട്ടുണ്ട്. തിളപ്പിച്ചാറിയ വെള്ളമാണ്. അപ്പം 4 കിലോ മുന്തിരിക്ക് 8 കുപ്പി വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട്. പഞ്ചസാര വേണം, പഞ്ചസാര എടുത്ത് വെച്ചിട്ടില്ല. പഞ്ചസാരയും കൂടെ ഇങ്ങോട്ട് എടുത്ത് വെക്കണം. ഓക്കെ. അപ്പൊ 4 കിലോ മുന്തിരിക്ക് 4 കിലോ പഞ്ചസാര തന്നെ ഉണ്ടാക്കാം. അപ്പൊ നമ്മുടെ എമ്മിക്കുട്ടിയും അതാണ് ഞാൻ പറഞ്ഞത്. ഇവർക്ക് ഇടണമെന്നാണ് ആഗ്രഹം. പക്ഷെ ഇവരെ കൊണ്ട് ഇടിക്കുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അടുപ്പിച്ച് വെച്ചേരാമ്മ. എല്ലാവിധ ചാൻസും ഉണ്ട്. കുട്ടനെ വെള്ളം നീക്കി വെച്ചേരാം. വെള്ളത്തിൽ നീക്കി കൊടുക്കണോപ്പി. എന്നിട്ട് നമുക്ക് അതുണ്ട് ബീട്രൂട്ട് ഇട്ട് തിളപ്പിച്ചതുകൊണ്ടാണ് തിളപ്പിച്ച് ആറി ഇട്ടോ വെള്ളം. പിന്നെ നിങ്ങള് വീഴത്തില്ല, ഞാൻ കൈ പിടിച്ചിട്ടുണ്ട് ഇട്ടോ. ഇത് അവിടെ കിടന്ന് എന്തായാലും മാറും. അല്ലെങ്കിൽ അങ്ങനെയല്ലേ കുറച്ചിട്ടിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് അങ്ങനെയല്ലേ? അങ്ങനെ ഇടാം. അങ്ങനെയാണല്ലോ ഇടണം. പക്ഷെ ചിലരൊക്കെ ഉണ്ടല്ലോ മുന്തിരി എല്ലാം ഇട്ടിട്ട് അതിന്റെ മീതേക്ക് പഞ്ചസാര ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ മീതേക്ക് എല്ലാ പഞ്ചസാരയും കൂടി ഇടുന്ന കണ്ടിട്ടുണ്ട്. നമ്മള് ഉണ്ടാക്കിയതും ലെയർ ആയിട്ടിട്ടല്ലേ എമ്മി കൂട്ടാ കളിച്ചിട്ടിരുന്നോ? അതെ, എന്നിട്ടാ നല്ല രസമുണ്ടല്ലോ കളിക്കാൻ. ഇതറിയാം, പക്ഷെ നീ അങ്ങനെ ഇടരുത്. അപ്പൊ നമ്മള് 4 കിലോ മുന്തിരിക്ക്
4 കിലോ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത്. ഇത് 1 കിലോ. കറക്റ്റ് 1 കിലോ ഇതുണ്ട് ഇത് കൃത്യം 1 കിലോ. അപ്പൊ നമുക്കിപ്പോ 1 കിലോ ഇടാം. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് കുറച്ച് അതെല്ലാം ഇടാം. അപ്പൊ ഇത് ഇട്ടോട്ടെ. ഇത് ഞാൻ തരാം. പിടിക്കില്ലേ പഞ്ചസാര ഇത് കഴിയുമ്പോഴേക്ക് എമ്മിക്കുട്ടിയും റബേക്ക മോളും വൈനിടാൻ പഠിക്കുമോ? സ്വന്തമായിട്ട് വൈകിട്ടാൻ പഠിക്കാം. അതെ. സാറ ഇല്ലാത്തത് സാറയ്ക്ക് എക്സാം ആണ് കേട്ടോ. ഇപ്പൊ തന്നെ വെള്ള കളറായി. അതും കൂടി വെള്ള മധുരം വേണമല്ലോ. അപ്പൊ സാറയ്ക്ക് എക്സാം നടക്കുവാണ്. അപ്പൊ നാളെ മാത്സ് ആണ് പരീക്ഷ. അതുകൊണ്ടാണ് അവൾ ഈ പരിസരത്തോട്ട് അടുക്കാത്തത്. ഇത് അമ്മയുടെ കേട്ടാ. ദൈവമേ ഇത്തവണത്തെ എങ്ങനെ ഉണ്ടാവുമെന്ന് വലിയ പിടുത്തൊന്നുമില്ല എനിക്ക്. അടുത്ത പ്രാവശ്യം ഇല്ലല്ലോ നമുക്ക്. അടുത്ത പ്രാവശ്യം ആക്കാൻ നിൽക്കണ്ട. നമുക്ക് ഇടക്കൊന്ന് വേറെ എന്തെങ്കിലും കൂടെ ഒരു ഫ്ലേവർ കിട്ടാം. വേറെ എന്തെങ്കിലും വൈനും കൂടെ നമുക്ക് കിട്ടാവേ. അത്രയും ദിവസങ്ങൾ വെച്ചിട്ടുള്ളത് കിട്ടാം. ഇട്ടിട്ട് പെട്ടെന്ന് കൈമാറ്റണം കേട്ടാ. പിടിച്ചോണ്ട് നിക്കണോട്. റബേക്കൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വൈൻ എന്താ? മുന്തിരിയാണോ, പൈനാപ്പിൾ ആണോ, ബീട്രൂട്ട് ആണോ? മുന്തിരിയാണല്ലോ ഇഷ്ടം. പൈനാപ്പിൾ ഇഷ്ടമാണ്. പൈനാപ്പിൾ ഇഷ്ടമാണോ? ഇത് 2 പൈനാപ്പിൾ ഉള്ളതൊക്കെ. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലേ നെല്ലിക്കയുടെ വൈന. കുടിച്ചിട്ടില്ല. നെല്ലിക്കയുടെ എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ചെമ്പരത്തിയുടെ വൈൻ ഉണ്ടാവും കേട്ടോ. ചെമ്പരത്തി പൂവിന്റെ വൈൻ. ചെമ്പരത്തി പൂവിന്റെ വൈൻ പക്ഷേ കുറച്ച് മധുരം മതി. ഓക്കെ അല്ലേ? അതെ, സംസാരിച്ചു വന്നപ്പോ എന്ത് പറ്റിയെന്നറിയാവോ? ലെയറിന്റെ കനം കൂടി പോയി. അപ്പൊ തൽക്കാലം ഇത്രയും പഞ്ചസാര ഇട്ടിട്ട് ലാസ്റ്റിന് മീതെ ഇടാം അല്ലേ? അടുത്ത മുന്തിരി ഇടട്ടെ. പിന്നെ നമ്മളിത് കാരമൽ ചെയ്തിടുവാണെങ്കിൽ അതെനിക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. പക്ഷെ എനിക്ക് അറിഞ്ഞൂടായിരുന്നു. കുറച്ച് പഞ്ചസാര നമ്മള് കാരമലാക്കിയിട്ട് ഇടുവാണെങ്കിൽ നമ്മൾ ഇട്ടോട്ടെ. ഇത് നമ്മളിത് ഇട്ടില്ലല്ലോ. എന്നിട്ട് കുട്ട ഇതും കൂടി ഇട്ട് കിട്ടണം. സാരല്ല. അപ്പൊ കുറച്ച് നമുക്ക് നിറം വരും എന്നുള്ളതേ. കാരമലൈസ് ചെയ്ത് പഞ്ചസാര ഇടുമ്പോ മാറടാ. വായില് മുട്ടിയോ? ഇനി നമുക്ക് അടുത്ത ഉള്ളതങ്ങ് ഇട്ടേക്ക്. രണ്ടുപേരും കൂടി ഇട്. ഇത് കഴിയുമ്പത്തേക്കേ രണ്ടാളും പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അടുത്ത പ്രാവശ്യം ഇവര് തനിയെ വരും. മുന്തിരി വന്നിടുന്നത് ആരൊക്കെയാണ്? റബേക്കയും എമ്മിയും കൂടി. അത് ലാസ്റ്റ് ഇടാം. അടുത്ത ലെയർ പഞ്ചസാരട്ടെ. ഇതൊരു 2 ഒന്ന് മാറ്റി വെച്ചിട്ട് ലാസ്റ്റ് കാരമലൈസ് ചെയ്യാൻ വേണ്ടി വെക്കൊന്നും വേണ്ടല്ലോ. മൊത്തത്തില് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തത് മൊത്തത്തിലാണ് ഇടയണത്. കാരമലൈസ് ഒന്നും ചെയ്തില്ല. നല്ല നിറവും ഉണ്ടായിരുന്നു, സ്മെല്ലുണ്ടായിരുന്നു, ടേസ്റ്റും ഉണ്ടായിരുന്നു അല്ലേ? ബാക്കിയുള്ള സാധനങ്ങൾ ഇട്ടോ അതിനെ മോളിൽ. വെള്ളം ഇടാതെ ഇതിന്റെ എക്സ്ട്രാക്ട് മാത്രമായിട്ട് അങ്ങനെ ചെയ്യണോ അല്ലേ? ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഒരു മിനിറ്റ് നിക്കടാ കുട്ടാ. അത് അത്രയും വേണ്ട. അതുകൊണ്ടാണ് അത് 5 കിലോയ്ക്കുള്ള പൊടിയുണ്ടേ. അത്രയും വേണ്ടല്ലോ. നല്ല ഗുണമുണ്ടോ? അതെന്താന്നോ അതിന്റെ വൈൻ കിട്ടിയാൽ മാത്രം പോരല്ലോ. കഴിക്കണ്ടേ? അപ്പൊ നല്ല ചെറിയ ചാള കിട്ടി. അത് ടോപ്പി നല്ല കുരുമുളകും മഞ്ഞൾ പൊടിയും എല്ലാം ഇട്ട് എനിക്ക് പേരിട്ട് നല്ല അടിപൊളിയാക്കി തന്നു. അപ്പൊ കഴിയുമ്പോ ഫുഡ് കഴിക്കണം. നല്ല സ്മെല്ല് കേട്ടോ. അടിപൊളി സ്മെല്ല്. അതുപോലെ ടേസ്റ്റ്. കുരുമുളകായിട്ട് അടിപൊളിയല്ലേ? പോയി ബാക്കി നമുക്ക് ശരിയാക്കാം. ശരി, അപ്പൊ വെള്ളം ഒഴുക്കി. ഒന്നാമത്തെ കുപ്പി ഒഴുക്കി. നല്ല രസമല്ലേ വെള്ളം കാണാൻ? പഞ്ചസാര ഇനി ഇങ്ങനെ 8 കുപ്പി ഒഴിക്കണ്ടേ? ഇതിനാണെങ്കിൽ വേഗം പോണില്ലല്ലേ. ഈ കുപ്പി നമുക്കേ ആര് തന്നാന്നറിയാവോ? അല്ല, സെൽമ. സ്പോള് തന്നതാ. സെൽമ തന്നാണ് എനിക്ക് അന്ന് അവിടെ ചെന്നപ്പോ. അവര് വൈനിട്ട് വെച്ചിട്ട് നമുക്ക് വൈനിടണോന്ന് പറഞ്ഞപ്പോ എന്നാ കുപ്പി തരാമെന്ന് പറഞ്ഞ് കുപ്പി തന്നതാ. ഇത് കണ്ട, കുപ്പി അളന്നൊഴിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് കിടന്ന് പെടാപ്പാട് വിടുകയാണ്. അല്ലെങ്കിൽ ഇവിടെ ഇഷ്ടം പോലെ 1 ലിറ്ററിന്റെ കുപ്പി കാണുവേ. ഇപ്പൊ ഒരു കുപ്പി പോലും ഇല്ല.
ലാസ്റ്റ് ഉപ്പ് ഒഴിക്കും. ഇപ്പൊ ചുവപ്പ് വെള്ളമൊക്കെ മാറി, 5 മുപ്പ കഴിയുമ്പോഴത്തേക്കും ബീറ്റ്റൂട്ട് വെള്ളം തീർന്ന് ബാക്കി നമ്മൾ ഇതിനകത്ത് ഒഴിക്കുവാണേ. കുഴപ്പമില്ല, വെള്ളം ഒഴിക്കാലോ. ആ ഒഴിക്കാം, സാധാ തിളപ്പിച്ചാലേ വെള്ളം ഒഴിക്കുന്നത്. ഓക്കെ അല്ലേ? സെറ്റ് ആയില്ലേ? ഇനി നമുക്ക് തുണിയിട്ട് മൂടാം. അത് 23rd അല്ല, അതിന് മുന്നേ നമുക്ക് ഇടക്ക് എടുത്ത് ഇളക്കി കൊടുക്കണ്ടേ? ഇളക്കി കൊടുക്കണമെന്ന്. അപ്പം ഇപ്പൊ എനിക്ക് കെട്ടി വെക്കാം. ഇതേ തുണിയുണ്ട്, അന്ന് കീറി എടുക്കണം. ഓക്കെ, അത് കീറി എടുക്കണം, വലുതാണ്. അപ്പൊ കെട്ട്. ആ കെട്ടിക്കോ. എന്നിട്ട് അതിന്റെ മൂടി ഉണ്ടല്ലോ, നമ്മളത് വെക്കുമല്ലോ. കെട്ടാനുള്ള തുണി റെഡിയല്ലേ? ചുറ്റാനുള്ളത്. ആ ഓക്കെ. മൂടി എടുത്തോണ്ട് കൊടുക്കും. പിന്നെ താഴെ ഇടട്ടാ, വേറെ ഒന്നും നമുക്ക് അങ്ങനെ വെക്കാനുള്ള വെയിറ്റ് ആയിട്ടുള്ളത് ഉണ്ടാവൂല. പിന്നെ സെറ്റപ്പ് ആയില്ലേ ഇപ്പൊ? ഈ ഭരണിയുടെ വില ഭരണിയുടെ വില ആണല്ലേ അത്? 1150 രൂപയാ. പക്ഷെ അവർക്ക് ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. 500 രൂപയായുള്ളൂ. ഇല്ല 500 രൂപ. പിന്നെ ഇത്ര വലിയ ഭരണി 500 രൂപ. പക്ഷേ അവിടെ ആടി ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞത് ഞങ്ങക്ക് ഭയങ്കര വില കുറച്ച് കിട്ടിയെന്നൊക്കെ പറഞ്ഞു. ഇത്ര 1700 ആയല്ലേ? ആ കെട്ടിക്കോ. ഓക്കെ, അങ്ങനെ നമ്മളുടെ ഇതിങ്ങനെ തന്നെയാണോ? മീൻസ് അതായത് നമുക്ക് എനിക്ക് തോന്നുന്നു ഇങ്ങനെ വെക്കുമ്പോ കെട്ടണം അല്ലേ? എങ്ങനെ ഇങ്ങനെ വെക്കുമ്പോ? ആ കെട്ടണം. കെട്ടിട്ടാ വെക്ക. മോടി ഇങ്ങനെയാണോ? അതാ ഞാൻ ചോദിച്ചത്. കുറച്ച് അത്ര ഭയങ്കര ഇത് വേണ്ട, കുറച്ച് എയർ കയറുന്ന രീതിയിലെന്നൊക്കെയാണ്. കെട്ടിക്കോ. അയ്യോ അമ്മേ, അടിപൊളി. കഴിഞ്ഞ വർഷം കഴിഞ്ഞ മുന്നേ വർഷം ഉണ്ടാക്കിയപ്പോഴും ഈസ്റ്റ് നമ്മൾ ഇട്ടില്ല. നമ്മൾ ഈസ്റ്റ് ഇട്ടില്ലായിരുന്നു. പക്ഷെ നല്ലായിരുന്നല്ലോ. കർത്താവേ, അതല്ല ഭയങ്കര. അത് അളവിനുള്ളത് എടുത്തു വെച്ചേക്കണേ. അളവിനുള്ളത് അമ്മ എടുത്തു വെച്ചേക്കണേ. മൊത്തത്തിലിടണം. അമ്മ അതിന്റെ കറക്റ്റ് അളവിനുള്ളത് എടുത്തു വെച്ചേക്കണേ. ആ സ്പൂണും പാത്രവും ഒക്കെ കൂടി അങ്ങോട്ട് ചാടിച്ചിടരുത്. അതല്ല കൊച്ചേ, അവള് എന്റെ സീരിയസ്നെസ് എന്ന് പറഞ്ഞിട്ട് അവള് പറയണേ ഇതിട്ടില്ലായിരുന്നു എന്ന് പറഞ്ഞ ആള് കളിക്കുവാണ് അവിടെ. എന്റെ കുഞ്ഞ് ഇതിട്ടില്ലായിരുന്നെങ്കി ഇപ്പൊ വൈൻ. അതല്ലടാ, നമ്മുടെ കറക്റ്റ് ഡേറ്റ് ഒക്കെ ആണെങ്കിൽ ഈസ്റ്റ് ഒന്നും വേണമെന്നില്ല. ഇപ്പൊ അത്രയൊന്നും ഇല്ലല്ലോ. വൈൻ കംപ്ലീറ്റ് ആയി. ഭരണി സെറ്റായി. വൈൻ്റെ ഭരണി സെറ്റായി. നമുക്ക് 23rd അല്ലെങ്കിൽ 24th കുഴപ്പമില്ലെന്നേ. 24th അത്രയും ദിവസം കൂടി ഇരുന്നോട്ടെ. 24th എടുക്കാല്ലേ? 24th രാവിലെ എടുക്കാം നമുക്ക്. അത്രയും മതി. 21 ദിവസം കൊണ്ട് കിട്ടണ വൈനൊക്കെ നല്ല രസമായിരിക്കും. അത് ശരിയാവും. പക്ഷെ അതില്ല, അത് 21 ദിവസം എടുത്താൽ. ഈസ്റ്റിന്റെ കാര്യം പറഞ്ഞില്ലെങ്കിൽ അത് ഇടത്തില്ലായിരുന്നു. അതെ, എന്തായാലും നമ്മള് വൈൻ ഇട്ടു. അപ്പൊ ഇത് നമുക്ക് 24th ഓപ്പൺ ചെയ്തിട്ട് ഓരോരുത്തർക്ക് കൊടുക്കാം അല്ലേ? നമ്മളത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ നല്ലതല്ലെങ്കിൽ കാരണം എന്താണെന്നറിയോ, നമ്മളെ പൂ കരിഞ്ഞിട്ടുണ്ടെന്ന്, അതുകൊണ്ട് നല്ലതായിരിക്കും. അതല്ല, അതിന്റെ ടേസ്റ്റ് വരണ്ടേ? അപ്പൊ എന്തായാലും നല്ല ടേസ്റ്റ് കൂടി വൈൻ 24th എടുത്ത് നമുക്ക് എല്ലാവർക്കും കൊടുക്കാം അല്ലേ? അപ്പൊ ശരി, നാളത്തെ വിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.